നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഇന്ന് 29/10/2025 ബുധനാഴ്ച, വളർപ്പിറൈ അഷ്ടമി. കൂടെ അഷ്ടമിയിൽ വരുന്ന അഭിജിത്ത് നക്ഷത്ര നേരം. ഇന്ന് മധ്യാഹ്നം ഈ 24 നിമിഷങ്ങള് വരുന്നത്. ഈ 24 നിമിഷത്തില് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന അഭിജിത്ത് മുഹൂർത്ത സ്തുതി അതെല്ലാം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇന്നത്തെ പതിവിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഒരു ശക്തിയാർന്ന മന്ത്ര ഉച്ചരിപ്പ്. ഇന്ന് ബുധനാഴ്ച ആയതിനാല് ബുധൻ ഭഗവാന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ഉൾപ്പെട്ട ഒരു നാള്. ബുധൻ ഭഗവാനോട് അതിദേവത ആര് എന്ന് നോക്കിയാല് അത് വന്നിട്ട് പെരുമാൾ സ്വാമിയാണ്. സോ പെരുമാളോടെ മിക ശക്തിയാർന്ന ഒരു മന്ത്രത്തെ ഈ അഭിജിത്ത് മുഹൂർത്ത നേരത്തില് നമ്മൾ വന്നിട്ട് 24 തവണ, അതായത് 24 ടൈംസ് ഉച്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, അത് സമ്പത്തായാലും ശരി, ജോലിയായാലും ശരി, സമാധാനമായാലും ശരി, സന്തുഷ്ടമായ കുടുംബജീവിതമായാലും ശരി, അത് നമുക്കെന്നേ വന്ന് ചേർന്നിടും. 27 നക്ഷത്രങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 28ാമത് ഇരിക്കേണ്ട ഈ സൂക്ഷ്മ നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം. ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയിൽ വരുന്ന ഈ 24 നിമിഷങ്ങള് നമ്മള് എന്ത് ചോദിച്ചാലും നമ്മൾക്ക് കിട്ടുന്നതാണ്. അഭിജിത്ത് എന്നാല് മഹത്തായ വെട്രി, മഹത്തായ വിജയം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ നക്ഷത്രം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാണ്ഡവരുടെ പോര് നടന്നില്ലേ, അപ്പോഴാണ് ഈ നക്ഷത്രം വന്നിട്ട് മുതലായിട്ട് ഉരുവാക്കപ്പെട്ടത്. ആരാലെ ഈ നക്ഷത്രം ഉരുവാക്കപ്പെട്ടു, എന്തിനാലെ ഈ നക്ഷത്രം ഉരുവാക്കപ്പെട്ടു എന്ന് ചോദിച്ചാല്, ദുര്യോധനൻ ആ പോരില് വിജയിക്കാൻ വേണ്ടിയിട്ട് സഹദേവനിടം നമ്മള് ഏത് സമയത്ത് പോര് ആരംഭിച്ചാൽ നല്ലത് എന്ന് ചോദിക്കുന്നു. അതിന് സഹദേവനും പറയുന്നത്, നിങ്ങള് ഈ നക്ഷത്രത്തില്, ഈ അഭിജിത്ത് നക്ഷത്രത്തില് ആരംഭിച്ചോളുക, വിജയം, വെട്രി എന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അങ്ങനെ സഹദേവര് കുറിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട കൃഷ്ണര് എന്ത് ചെയ്തെന്നറിയോ? ഈ നക്ഷത്രത്തെ എടുത്ത് വന്നിട്ട് തങ്ങളുടെ മയിൽപീലിയില് ചൂടി. സോ ആ നക്ഷത്രം മാറി അടുത്ത നക്ഷത്രത്തിലാണ് ആ പോര് സ്റ്റാർട്ടായത്. സോ നക്ഷത്രം മാറിയതിനാലെ വെട്രി മീൻസ് വിജയം ആരുടെ പക്കത്ത് കിട്ടിയെന്ന് വെച്ചാല് പാണ്ഡവർക്ക്. കൗരവർ വന്നിട്ട് തോൽവി സമ്മതിച്ചു. ഇത് വന്നിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മൾ എന്ത് ആരംഭിക്കുന്നുവോ, നല്ല വിഷയങ്ങൾ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുവോ, ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് വന്നിട്ട് കിട്ടുന്നേ ഇല്ല, അത് വന്ന് എനിക്ക് നിറവേറണം, അങ്ങനെ ഒരു കോരിക, അങ്ങനെ ഒരു ആശ നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ട് എങ്കില് ഈ നേരത്തില് നിങ്ങൾ ആ വിഷയം ആരംഭിച്ചു വെച്ചാല് കൃത്യമായും നിങ്ങൾക്ക് അത് പൂർണ്ണ വിജയത്തിൽ എത്താൻ സാധിക്കും. സോ നിങ്ങൾ ഇന്ന് ഈ 24 നിമിഷം ഉണ്ടല്ലോ, ആ 24 നിമിഷത്തില് ഇപ്പോ നിങ്ങൾ കാണാൻ പോകുന്ന മിക ശക്തിയാർന്ന പെരുമാൾ മന്ത്രത്തെ, ഇത് വന്നിട്ട് 3 മന്ത്രത്തിന്റെ കൂട്ടത്തോടെ കിടക്കുന്ന ഒരു ശക്തി വന്നിട്ട് ഈ ഒരു മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഉച്ചരിച്ചാലേ മതി. അതും 24 ടൈംസ്, 24 തവണ നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിറവേറാത്ത ആശകള്, ആവശ്യങ്ങള് നിറവേറിക്കിട്ടും. അഭിജിത്ത് നക്ഷത്ര സ്തുതി എന്നത് അഭിജിത ആഗമാന്തു തീര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ ജ്യോതീനാം നലഗംഗാധര പവതാരണ ശിവശ വിഷ്ണു മേദിനാം പവതവലാംസുത പരിപാലയ ശരണാഗത പാഹിമാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. എന്നാല് ഇതിവിടെ ഈ നാളിന് തകന്ന ഒരു ചില നാമങ്ങളും നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്.
ഇനി വന്നോളൂ, അത് എന്താന്ന് നമുക്ക് നോക്കാം. വേറൊന്ന്, പെരുമാൾ സ്വാമി ആരെന്ന് എല്ലാവർക്കും അറിയാം. വരാഹി അമ്മനും പെരുമാൾ സ്വാമിയും തമ്മിലുള്ള ബന്ധവും എല്ലാവർക്കും അറിയാം. ഇനി വന്നോളുക. ഇരുവരെ വഴിപെടുന്നതിനേക്കാളും അപ്പുറം അവരുടെ നാമങ്ങൾ ജപിച്ചാൽ മതി, നമുക്ക് കോടി പുണ്യങ്ങൾ കിട്ടും എന്നാണ് ഐതിഹ്യം. പെരുമാൾ സ്വാമിയെ വഴിപെടാനായിട്ട് നിറയെ നാമങ്ങൾ ഇരിപ്പുണ്ട്. മാധവ, കേശവ, ഗോവിന്ദ, ശ്രീധര, മധുസൂദന, അങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം. എന്നാല് എല്ലാവർക്കും അറിയാവുന്ന മിക മുഖ്യമായ ഒരു മന്ത്രം ഏതാണെന്ന് ചോദിച്ചാല് നാരായണ മന്ത്രം തന്നെ, ഇല്ലേ? ഓം നമോ നാരായണായ. ഈ മന്ത്രം വന്നിട്ട് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ ദിനത്തില് ഈ ഒരു ശക്തിയാർന്ന വിഷ്ണു ഗായത്രി മന്ത്രം നിങ്ങൾ 24 തവണ ഉച്ചരിക്കുമ്പോൾ അത്രയും മഹത്തായ ശ്രേഷ്ഠമായ ഫലങ്ങള് നിങ്ങളിടം തേടി വരും. ജീവിതത്തില് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടങ്ങള് അത് എന്തായിരുന്നോട്ടെ, എല്ലാമേ നിങ്ങളടുത്ത് നിന്ന് പോയി പോവും. എല്ലാം തീർന്ന് നിങ്ങൾ സമാധാനത്തോടു കൂടിയ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് വന്നു ചേരും. ഈ അഭിജിത്ത് മുഹൂർത്ത നേരത്തില് ഈ മന്ത്രത്തെ ഉരുവാക്കാൻ കാരണമായിരുന്നവര് ആരെന്ന് ചോദിച്ചാല് കൃഷ്ണരാണ്. കൃഷ്ണരും പെരുമാളോടെ ഒരു അംശം. ഇതെല്ലാം ഞാൻ പറയാതെ അറിയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക്. അതിനാല് പെരുമാളോടെ ഈ വിഷ്ണു ഗായത്രി മന്ത്രത്തിനെ 3 മന്ത്രങ്ങളാണ് ചേർന്നിരിക്കുന്നത്. ഏതൊക്കെ മന്ത്രം എന്ന് ചോദിച്ചാല് നാരായണ മന്ത്രം, വാസുദേവ മന്ത്രം, അതിന്റെ കൂടെ വിഷ്ണുവോടെ മന്ത്രം. ഈ 3 മന്ത്രങ്ങളോടെ കൂട്ടുബലങ്ങള് നമുക്ക് കിട്ടും. അത് ഈ ഒരു മന്ത്രത്തെ ഉച്ചരിക്കുന്നതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് ആ ശക്തിയാർന്ന വിഷ്ണു ഗായത്രി മന്ത്രം. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ മന്ത്രത്തെ 24 തവണ നിങ്ങൾ ഇന്ന് ഉച്ചരിച്ചോളുക. നമുക്കുള്ള 24 നിമിഷത്തിനുള്ളിൽ അത് ചൊല്ലി തീർക്കണം എന്ന ആവശ്യമൊന്നുമില്ല. 24 തവണ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. നമുക്കുള്ള ആ 24 മിനിറ്റിന് പുറമേ പോയാലും അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ശരിങ്ങളാ? നിങ്ങൾ ജസ്റ്റ് ആ 24 മിനിറ്റിന് ഇത് ഉച്ചരിച്ചാൽ പോതും. അതിനപ്പുറം കടന്നു പോയാലും അതിൽ ഒരു വിഷയവും ഇല്ല. ഓക്കെ, വീട്ടിലാണ് ഇരിക്കുന്നവരെങ്കിലും നിങ്ങളുടെ പൂജാറയിലിരിക്കുന്ന പെരുമാളുടെ പടത്തിനോ ഇല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പടത്തിനോ അല്ല കൃഷ്ണരുടെ പടത്തിനോ മുന്നിലിരുന്ന് ഇത് ജപിച്ചോളുക. കൂടെ ഒരു തുളസിമാല ഭഗവാന് ചാർത്തി 2 നെയ്ദീപവും കൂടെ വെച്ചിട്ട് നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ്. കൂടെ ഒരു കൈയില്, നിങ്ങളുടെ വലത് കൈയില് കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളിത് അത് കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും ആവാം, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു ചെറിയ ടംബ്ലറിൽ വെള്ളം പിടിച്ചിട്ട് വേണമെങ്കിലും ആവാം. അങ്ങനെ നിങ്ങൾ ഇത് ജപിച്ചോളുക. എന്നതിന് ശേഷം നിങ്ങൾ ആ വെള്ളം കുടിച്ചോളുക. ശരിയാ? ഈ ഒരു മന്ത്രം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങള്, അത് വന്നിട്ട് കടം പ്രശ്നമായാലും ശരി, ആരോഗ്യ പ്രശ്നമായിരുന്നാലും ശരി, ജോലി സംബന്ധപ്പെട്ടത്, കല്യാണം സംബന്ധപ്പെട്ടത്, അതല്ല കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ സംബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള എന്താവശ്യമായിരുന്നാലും ശരി, ഈ ഒരു നേരത്തില് എന്ത് പ്രശ്നമായിരുന്നാലും ശരി, നിങ്ങൾ ഈ ഒരു നേരത്തില് മനസ്സറിഞ്ഞ് നിങ്ങളുടെ പൂജയറയില് പെരുമാൾ ഭഗവാനോട്, കൃഷ്ണ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വേണ്ടുതല് നിറവേറി കിട്ടും. നിങ്ങളുടെ ആവശ്യം നടന്നു കിട്ടും. അതില്ല എനിക്ക് പറ്റില്ല, ഞാനപ്പോ ഓഫീസിലായിരിക്കും, ഞാൻ തൊഴിൽ ചെയ്യുന്ന ഇടത്തിലായിരിക്കും, ഞാനിപ്പോ ഒരു വർക്ക് ചെയ്യുന്ന ഇടത്തിലായിരിക്കും, അതല്ല ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് ആ സമയം ഫിക്സ് ചെയ്തു പോയി, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് അഭിജിത്ത് നക്ഷത്ര സ്തുതി ഇരിക്കുന്നില്ലേ, അതും നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. ഈ മന്ത്രവും നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. എവിടെ ഇരിക്കുന്നു അതൊന്നും ഒരു വിഷയമേ ഇല്ല. ഭഗവാൻ അറിയാൻ നമ്മുടെ പ്രശ്നങ്ങൾ. സോ നിങ്ങൾ ധാരാളമായി ഈ മന്ത്രം നിങ്ങൾ ഉച്ചരിച്ചോളുക. ഈ മന്ത്രം ഉച്ചരിച്ച് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ ശക്തി മനസ്സിലാവും. കാരണം
ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അത് 100% ഷുവർ. അതിപ്പോ നിങ്ങൾ ആഗ്രഹിച്ചു പറഞ്ഞ കാര്യമാകണമെന്നില്ല. നിങ്ങൾക്ക് ഏതോ ഒരു നല്ല കാര്യം ആര് മൂലമായാലും നിങ്ങൾക്ക് അത് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാവും. അതിലിരുന്നേ മനസ്സിലാക്കാം ഈ അഭിജിത്ത് നക്ഷത്ര നേരം എന്നത് എത്രത്തോളം പവർഫുൾ ആണ് എന്നത്. സോ ഈ നേരം ഇന്ന് ആരും വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. നന്നായിട്ട് യൂസ് ചെയ്തോളുക. ഇനി നിറയെ പേര് കേൾക്കാൻ വരുന്ന മറ്റൊരു ഡൗട്ട് എന്താച്ചാല്, ഡെയിലി വരുന്ന അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ 11:45 12:15 മണി വരെയാണ്. ആ സമയത്ത് ഞങ്ങൾ കോവിലിൽ പോയിട്ട്, പെരുമാൾ സ്വാമിയുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഞങ്ങളുടെ വേണ്ടുതൽ വെക്കാമോ എന്ന് നിറയെ പേരുടെ ഡൗട്ട് ഉണ്ട്. ഇപ്പോ എല്ലാ കോവിലും വന്നിട്ട് 12 മണി വരെ തുറന്നിരിക്കുന്നുണ്ട്. സോ ആ സമയത്ത് തുറന്നിരിക്കുന്നതിനാല് നിങ്ങൾ അങ്ങ് പോയിട്ട് 2 നെയ്ദീപം വെച്ചിട്ട് പെരുമാൾ സ്വാമിയോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നിറവേറാനുള്ളത്, അത് ഒത്തിരി നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യം, അത് നിങ്ങൾ ഭഗവാനോട് പറഞ്ഞ് നെയ്ദീപം ഏറ്റി പ്രാർത്ഥിച്ചോളുക. സോ ആരും ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തരുത്. പെരുമാളെ വേണ്ടിയ നാള് മാത്രമല്ല, വളർപ്പിறை അഷ്ടമി കൂടെയാണ്. അഷ്ടലക്ഷ്മികളെയും നമുക്ക് ഒന്നു ചേർന്ന് വഴിപാട് ചെയ്യാവുന്നതാണ്. സോ പെരുമാളെയും ലക്ഷ്മി തായെയും നമ്മൾ ഒന്നു ചേർന്ന് വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടോടെ ആവശ്യമില്ലാത്ത ചെലവുകള്, കടം, എന്തെന്നില്ലാത്ത നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം നമ്മളിൽ നിന്ന് പോകുന്നതാണ്. തടസ്സമില്ലാതെ പണം നമ്മളുടെ കൈകളിൽ എത്തിച്ചേരുന്നതുമാണ്. പണത്തെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. ശരിയാ? ഇനി ഇന്നത്തെ അഭിജിത്ത് നക്ഷത്ര ടൈം വരുന്നത് ഈവനിങ് ആണ്, സന്ധ്യാനേരത്ത്. എപ്പോഴും കോവിലുകളെല്ലാം തുറന്നിരിക്കുന്ന സമയം നിങ്ങൾക്ക് പെരുമാൾ കോവിലിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്, അല്ല വീട്ടിലിരുന്നും ചെയ്യാവുന്നതാണ്. ടൈം വന്നിട്ട് 5:16 PM മുതൽ 5:40 PM വരെ. ഇന്നത്തെ ഈ ദിവസം ആരും മിസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. പതിവ് പിടിച്ചിരുന്നാല് ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.